നമസ്കാരം. സമാധാനത്തിനായുള്ള നൊബേലും കൊണ്ട് മലക്കും. അതാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചോദ്യം. നൊബേലിനായി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാണ്. ഇന്ത്യ പാക് യുദ്ധത്തിൽ വെടിനിർത്തലിന് പ്രധാന പങ്ക് വഹിച്ചത് താനാണ് എന്ന തലൽ കുറെ മാസങ്ങളായി നാം കേട്ടു തലച്ചത്. ഈ പെരും നുണയെ ഇന്ത്യ തന്നെ തച്ചുവച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും ചങ്കരൻ തെങ്കേ തന്നെ എന്ന പോലെ ഇപ്പോ വീണ്ടും നൊബേൽ പാത്രമായി തെണ്ടാനിറങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 10-നാണ് സമാധാനത്തിനുള്ള നൊബേൽ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ആവേശം കുറച്ചങ്ങ് കൂടിയിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സർക്കാരോ ഹമാസോ തന്റെ 20 ദിന സമാധാന പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉൾപ്പെടെ 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇത് വിജയിക്കുകയാണെങ്കിൽ 8 മാസത്തിനുള്ളിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന്. അത് വളരെ നല്ല കാര്യമാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. US സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് മാത്രം തനിക്ക് പുരസ്കാരം നൽകാതിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് തനിക്ക് നൊബേൽ സമ്മാനത്തിന്റെ ആവശ്യമില്ല, പക്ഷെ തന്റെ രാജ്യത്തിന് വേണമെന്നാണ്. ആൽഫ്രഡ് നൊബേലിന്റെ വിൽപത്ര പ്രകാരം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാഹോദര്യം വളർത്തുന്നതിനും സ്ഥിരം സൈന്യങ്ങളെ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനും സമാധാന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ വ്യക്തികൾക്കോ സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ആണ് ഈ നൊബേൽ സമാധാന പുരസ്കാരം നൽകുക. നോർവേയുടെ പാർലമെന്റ് നിയമിക്കുന്ന 5 അംഗങ്ങളുള്ള നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ദീർഘമായ അവലോകനത്തിന് ശേഷമാണ് വിജയിയെ തീരുമാനിക്കുന്നത്. ഈ സമിതിക്ക് പരമ്പരാഗതമായ സമ്മർദ്ദ തന്ത്രങ്ങളെ എതിർക്കാറുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതേസമയം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വേണമെന്ന ട്രംപിന്റെ സമ്മർദ്ദത്തിൽ കുലുങ്ങില്ലെന്നാണ് നൊബേൽ കമ്മിറ്റിയുടെ നിലപാട്. ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധകൾ ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് കമ്മിറ്റിയുടെ ചർച്ചകളെ സ്വാധീനിക്കുകയില്ല. നാമനിർദ്ദേശനം ലഭിക്കുന്ന ഓരോ വ്യക്തിയുടെയും യോഗ്യതകളാണ് കമ്മിറ്റി പരിഗണിക്കുന്നത്. ഇറക്കുമതി തീരുവയെ കുറിച്ച് ജൂലൈ അവസാനം നോർവേ ധനമന്ത്രി ജെൻ സ്റ്റോൾട്ടൻബെർഗുമായി ഫോണിൽ സംസാരിച്ച വേളയിലും നൊബേൽ സമ്മാനം എന്ന ആവശ്യം ട്രംപ് ഉന്നയിച്ചെന്നും നോർവീജിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ട്രംപിന് തന്നെ നൽകണമെന്നാണ് പാകിസ്ഥാന്റെ പക്ഷം. പക്ഷേ പാകിന്റെ നിലപാടങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി, ഇവിടെ ചിലവാകില്ല എന്നാണ് കമ്മിറ്റിയുടെ നിലപാട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച